മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികയിൽ വിദ്യാഭ്യാസ യോഗ്യത വ്യാജമായി ചേർത്തുവെന്ന് പരാതി. ജോയ്സ് മേരിയെ അയോഗ്യയാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി മൂവാറ്റുപുഴ മുനിസിഫ് കോടതി ഫയലിൽ സ്വീകരിച്ചു. ജോയ്സ് മേരി തത്സ്ഥാനത്ത് തുടരുന്നത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നതാണെന്ന് CPM ആരോപിച്ചു. മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിയുടെ വിദ്യാഭ്യാസ യോഗ്യതയാണ് വിവാദമായിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ അരുണോദയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും BBA ബിരുദം നേടിയെന്നാണ് കാണിക്കുന്നത്. എന്നാൽ ഇത് വ്യാജമാണെന്ന് ഹർജിക്കാരൻ ആരോപിക്കുന്നു. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖയിൽ 12ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ മുനിസിപ്പൽ ചെയർപേഴ്സണ് ഉള്ളൂവെന്ന് ചൂണ്ടിക്കാട്ടി PV ഷാജി സമർപ്പിച്ച ഹർജി മൂവാറ്റുപുഴ മുനിസിപ്പൽ കോടതി ഫയലിൽ സ്വീകരിച്ചു. പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ബാങ്ക് വായ്പകളും പൂർണ്ണമല്ലെന്നും ഹർജിയിലുണ്ട്. വിവിധ ബാങ്ക് വായ്പകളെക്കുറിച്ചുള്ള വിവരണത്തിൽ ബ്രാഞ്ചിന്റെ പേര് മനഃപൂർവ്വം മറച്ചുവെച്ചെന്നാണ് ആരോപണം. തെറ്റായ വിദ്യാഭ്യാസ യോഗ്യത രേഖപ്പെടുത്തിയ ജോയ്സ് മേരി തലസ്ഥാനത്ത് തുടരുന്നത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നതാണെന്ന് CPM മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് അനീഷ മാത്യു പറഞ്ഞു. ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കണമെങ്കിൽ ഒരു ഡിഗ്രിയുടെയും ആവശ്യമില്ല. ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ മതി. വ്യാജ ഡിഗ്രിയാണോ ഇവർ കരസ്ഥമാക്കിയിരിക്കുന്നത് എങ്കിൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ട മുനിസിപ്പൽ കൗൺസിലർ സ്ഥാനത്ത് നിന്നുൾപ്പെടെ മുനിസിപ്പൽ ചെയർമാൻ പദവി ഉൾപ്പെടെ ഒഴിഞ്ഞ് ജനങ്ങളോട് അതിൻ്റെ മര്യാദ കാണിക്കണം. ജനാധിപത്യത്തിന് നിരക്കാത്ത പ്രവർത്തനത്തിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. കോടതി നേരത്തെ നോട്ടീസ് അയച്ചിട്ടും ചെയർപേഴ്സൺ ഹാജരാകാത്തത് തെളിവുകൾ നശിപ്പിക്കാനും വ്യാജ പകർപ്പുകൾ സൃഷ്ടിക്കാനാണെന്നും CPM ആരോപിച്ചു. വരും ദിവസങ്ങളിൽ മുനിസിപ്പൽ ചെയർപേഴ്സന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് CPM തീരുമാനം. Media One, Kochi.